This community deserves better from not only from the lay leaders, but also from the spiritual leaders. I sincerely hope every one of you, when you go back, think about this email. This was actually written by one of the priests serving the Granaya missions today. How wrong it is that the way that we think. The reason I say that, I don't say that association leadership is any better. We have to change as a community. We have to change as leaders. We have to change as ordinary community members. Unless we do that, this community will not survive. We cannot blame if our kids do not show up to our programs. We have to create an environment where our kids will be proud to be a Knanaya. Let us at least think about that when we go from here on Monday. There can be politics everywhere. There can be elections everywhere. There can be blogs everywhere. But at the end of the day, we as a community has to survive with its ideals. എന്താണ് നമ്മുടെ ideals? സ്നേഹം, സാഹോദര്യം, ഒരുമ, തനിമ, വിശ്വാസം. ഈ അഞ്ചില്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റി ഇല്ല. നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കുവാൻ ധാരാളം ആൾക്കാർ ശ്രമിക്കുകയുണ്ടായി. ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഈ കൺവെൻഷൻ നടക്കുന്നത് വരെ ധാരാളം ആൾക്കാർ ഇതിനു വേണ്ടി ശ്രമിക്കുകയുണ്ടായി. ഇതിന് പലതരം പേരുകൾ പറയുകയുണ്ടായി. ഞങ്ങൾ KCCN എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പറയുകയുണ്ടായി, പണ്ട് സാത്താൻ കർത്താവിനെ കൊണ്ടുപോയി മലയുടെ മുകളിൽ നിർത്തി എന്നെ വണങ്ങിയാൽ ഈ ലോകം മുഴുവൻ തരാം എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സമുദായത്തിൽ ഒരു അല്പം കലർപ്പ് ചേർക്കാൻ നിങ്ങൾ വില്ലിങ് ആയാൽ കാർഡിനൽസ് നിങ്ങളുടെ കൺവെൻഷനിൽ വരും, ബിഷപ്സ് നിങ്ങളുടെ കൺവെൻഷനിൽ വരും എന്നൊക്കെ ഞങ്ങളെടുത്ത് പറയുകയുണ്ടായി. പക്ഷേ എൻ്റെ ജ്ഞാനായ KCCNയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും നാഷണൽ കൗൺസിൽ മെമ്പേഴ്സും തൻ്റെ ഇടത്തോടെ പറയാൻ സാധിച്ചു, കലർന്നിട്ട് കർത്താവ് പറഞ്ഞതുപോലെ കലർപ്പ് കൊണ്ട് പിതാക്കന്മാരും കാർഡിനൽമാരും മറ്റും പങ്കെടുക്കുന്നത് മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ വിജയിക്കുന്നത്. അതുകൊണ്ട് ലെറ്റ് us not water down our community. That is what the National Council, that is what the KCCN Executive Committee unanimously supported me. നമ്മൾ തീർച്ചയായും ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കാരണവന്മാർ, ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്, വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തൊരു സമുദായമാണിത്. വന്ന വഴി മറക്കാത്ത ഏത് ജ്ഞാനായക്കാരും നമ്മുടെ കൂട്ടായ്മയിൽ ആവേശപൂർവ്വം പങ്കെടുക്കും. സഭാ ചട്ടക്കൂടുകളോ പ്രോട്ടോക്കോളുകളോ ഒന്നും തടസ്സമാകില്ല. അതിൻ്റെ തെളിവാണ് നമ്മുടെ കൺവെൻഷനിൽ ആവേശത്തോടെ പങ്കെടുക്കാൻ സമ്മതിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ തിരുമേനിമാർ. I actually really salute them because they also had pressures to not to show up here. But they said, I made a commitment to you and I will come. And that is what the spirit of Knanaya community. ദാവീദിന്റെ ഗോത്രത്തിലും വംശത്തിലും പിറന്നവരാണെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ആരുടെയും അടിമകളൊന്നുമല്ല, പ്രതികരണശേഷി ഇല്ലാത്ത നപുംസകങ്ങളുമല്ല. നമ്മുടെ ആത്മാഭിമാനത്തെ ആർക്കും തകർക്കുവാനാവില്ല, അതിന് അനുവദിക്കുകയും അരുത്. അല്പം ധിക്കാരം കലർന്ന സ്റ്റേറ്റ്മെൻ്റാണിതെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. 16 നൂറ്റാണ്ട് കാലം ആരുടെ മുമ്പിലും തലകുനിക്കാത്ത നമ്മുടെ ചില ആത്മീയ നേതാക്കന്മാർ ഇന്ന് തല കുനിക്കുക മാത്രമല്ല, ഒരിക്കലും നിവരാൻ പറ്റാത്ത വിധം കുനിഞ്ഞ് നട്ടൽ ഒടിഞ്ഞവരായി തീർന്നു എന്ന് ചിലപ്പോഴെങ്കിലും എനിക്ക് സംശയം തോന്നാറുണ്ട്. ജ്ഞാനായക്കാരനല്ലാത്തൊരു വടക്കും ഭാഗ വികാരി അപ്പസ്തോലിക്ക് അംഗീകരിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ തൻ്റെ ഇടം കാണിച്ച മാക്കിൽ പിതാവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പൂർവികരുടെയും തലമുറക്കാരായ നമ്മുടെ പാരമ്പര്യങ്ങൾ തകർക്കുന്ന റിസ്ക്രിപ്റ്റിനെ റിജക്റ്റ് ചെയ്യണം. നമ്മൾ ഒരിക്കലും ആ റിസ്ക്രിപ്റ്റിനെ അംഗീകരിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ റിസ്ക്രിപ്റ്റാണ് 1986 മുതൽ ഈ കമ്മ്യൂണിറ്റിയുടെ ശാപം. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 10 കൊല്ലം ഈ കമ്മ്യൂണിറ്റിയിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ജ്ഞാനായക്കാരനല്ലാത്ത ഏതോ ഒരാൾ എഴുതിയ റിസ്ക്രിപ്റ്റ്. അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ശ്രമം. Let us at least come together at this convention, at the end of the convention, say together in one voice, we will not accept that rescript and we will not allow this community to be watered down, and we will create a petition. We already drafted it. We want your signatures. We will send it to Rome. We will try our best. It's no longer adjustment because adjustment doesn't work. We know that നിങ്ങൾക്കറിയാവുന്ന അറിയത്തില്ല, കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ we actually learned, നമ്മൾ പറഞ്ഞു കാനായത്ത് നിന്ന് പുറത്തുനിന്ന് കല്യാണം കഴിച്ച അവരെ മാത്രം എടുത്ത് അവരുടെ മക്കളെയും ഭാര്യമാരെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള മെമ്പർഷിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ 2 ആഴ്ച മുമ്പ് അങ്ങാടിത്ത് പറഞ്ഞു, അതൊന്നും എനിക്ക് സ്വീകാര്യമല്ല, അവരെയും കൂട്ടിയേ പറ്റൂ. കാരണം
അതാണ് അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ലീഗൽ സിസ്റ്റത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരു രാജ്യത്ത് നടപ്പാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് പോകാതെ ഈ സമുദായം അർഹിക്കുന്ന, ഈ സമുദായം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മെമ്പർഷിപ്പും അതുപോലെയുള്ള പള്ളികൾ നേടി കിട്ടുന്നത് വരെ യാതൊരു കാരണവശാലും വിശ്രമിക്കുകയില്ലെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചേ സാധിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നറിയുന്ന സമുദായം, ഈ സമുദായത്തിലേക്ക് വരാൻ, സമുദായത്തിൽ നിന്നും കല്യാണം കഴിക്കാൻ വെമ്പൽ കൊള്ളുന്ന യുവജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് പോലും ഈ സമുദായത്തോടും നമ്മളോടും ഉള്ള ബഹുമാനം ഭാവിയിൽ ഉണ്ടാവില്ല. ഞാനത് പറയാൻ കാരണം, ഞങ്ങളുടെ ഒരു ക്രൂസ് അറേഞ്ച് ചെയ്ത് 100 പിള്ളേർക്കാണ് അറേഞ്ച് ചെയ്തത്. ഇന്നലെ മോഹൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് 250 പിള്ളേർ കൂടുതലായി, വി ആർ സ്റ്റിൽ ഗെറ്റിംഗ് കോൾസ്. അപ്പോൾ ഐ ആസ്ക്ഡ് ഹിം why there is so much interest. You can ask him. You know what he told me? Everyone who comes for the cruise, who is about 21, hope to find a partner from Tanaya community. Guys, that's what our youngsters, we have to focus on them. We cannot continue to focus on our generation. We cannot continue to satisfy our needs. We have to change. That is why this convention took a drastic step. We actually collected your money, but we decided to spend 50% of the available money to spend on for your kids. The reason is we decided that is the only way we can actually change the way we approach our kids. We have heard a lot of negativity about it, but I was willing to take the risk. Along with me, the convention committee was willing to take that risk. I hope my youngsters will not fail me because I trust in him. That is the trust, guys, that you want. Again, Finally, I wanted to emphasize and insist that, dear priest, if you really, really want to get them, because without them, we will not go anywhere. You have to go to them. Pongane Acham paranjadupole, let us start from the chicken and rice place. You cannot start from Malayalam Mass. It's just not going to happen. We have to realize that. Allengil it only margame ullu. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ കാണിക്കുന്ന പോലെ മദ്രസയുണ്ടാക്കി ചെറുപ്പം തൊട്ട് മദ്രസയിൽ വളർത്തുക, അല്ലെങ്കിൽ ജ്യൂസ് സഹോദരങ്ങൾ കാണിക്കുന്ന പോലെ യഷീവായിൽ വളർത്തുക. അതല്ലെങ്കിൽ 2 മണിക്കൂർ കോൺടാക്ട് ടൈം കിട്ടുന്ന ഒരു മലയാളം മാസിൽ മാത്രം 168 മണിക്കൂർ ബാക്കി മെയിൻ സ്ട്രീം അമേരിക്കയിൽ നിൽക്കുന്ന കുട്ടികളെ ഈ കമ്മ്യൂണിറ്റി നിലനിർത്താൻ സാധിക്കുകയില്ല. So we must change and we have to change. That's the only way this community is going to be successful. Thank you very much, guys. I'm really excited about being here because there was a time we thought we will cancel this convention. But I'm proud to say, not only we will break even, we will probably make some money too at the end. Thank you very much. God bless Kanaya community.